ഇന്നിവിടെ നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത് റിയൽമി എന്ന ബ്രാൻഡിൻ്റെ 32 ഇഞ്ചിൻ്റെ HD ഡിസ്പ്ലേ വരുന്ന ഒരു ടി വിയാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. വെർട്ടിക്കലായിട്ട് ഇങ്ങനെ ബാർസ് കാണിക്കുന്നുണ്ട്. അതുപോലെ റൈറ്റ് സൈഡിലൊക്കെ പിക്സൽ ഇങ്ങനെ നന്നായിട്ട് ബേണായി പോയ പോലെ നമുക്ക് കാണാം. കോർണർ സൈഡിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ ബ്ലാക്ക് ഷെയ്ഡൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഡിസ്പ്ലേ മാറി ഇതിനകത്ത് നമ്മുടെ LGയുടെ IPS ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും. ഇവിടെ ചില ടിവികൾ നമ്മളിങ്ങനെ ഇത്തരത്തിൽ റിപ്പയർ ചെയ്യാൻ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. ഇതിനകത്തുള്ള ആ ഒരു സ്റ്റിക്കർ ആരും റിമൂവ് ചെയ്ത് മാറ്റാറില്ല. കുറേ വർഷമൊക്കെ കഴിയുമ്പോൾ അതേപോലെ തന്നെ ആ സ്റ്റിക്കർ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊരിക്കലും ഈ ടി വിക്ക് അത് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സ്റ്റിക്കറിൻ്റെ ആവശ്യമില്ല. അത് ട്രാൻസ്പോർട്ടേഷൻ സമയത്തോ അല്ലെങ്കിൽ കമ്പനി പാക്കിങ്ങിലൊക്കെ വരുന്നൊരു സ്റ്റിക്കറാണ്. അതുകൊണ്ട് യാതൊരു പ്രൊട്ടക്ഷനോ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ഒരു കവറേജോ ഒന്നും ടി വിക്ക് കിട്ടില്ല. അത് ഒരിക്കലും ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് തന്നെ നമ്മൾ എടുത്ത് കളയുക. ചില ആൾക്കാർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം കുറേ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ അത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് പ്രൊട്ടക്ഷൻ ടി വിക്കില്ല. അതെടുത്ത് മാറ്റിയിട്ട് തന്നെ ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ അതിൻ്റെ ബാക്കർ റിമൂവ് ചെയ്തു. അപ്പോൾ അതിനകത്തുള്ളത് ഒരു കോംബോ PCB ആണ്, സ്മാർട്ട് ബോർഡാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടിയിലുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു കവർ കൂടെ എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇത്തരത്തിലുള്ള ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാലും അധികം നിൽക്കാറില്ല. പക്ഷേ ഈ ഒരു കണ്ടീഷൻ അത് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഡിസ്പ്ലേ മാറിയിടാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കാണാൻ നമുക്ക് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ST പാനലാണ്. അതായത് സിംഗിൾ കോഫ് വരുന്ന സാംസങ്ങിലൊക്കെ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു സിംഗിൾ കോഫ് പാനലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 3 വർഷം കഴിഞ്ഞ് 3-4 വർഷം ആയിട്ടുണ്ട്. അപ്പോഴാണ് ഇത് കംപ്ലൈൻ്റ് ആയിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഈ സെയിം ഡിസ്പ്ലേ അല്ല ഇടാൻ പോകുന്നത്. LGയുടെ IPS ഡിസ്പ്ലേ ആണ് അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് എന്തായാലും ഒരു 5 വർഷം 6 വർഷം എന്തായാലും ലൈഫ് കിട്ടും. അപ്പോൾ അത് എത്തരത്തിലുള്ള ടി വികളിൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരുവിധം ഇതിനകത്ത് ഇരിക്കണം. മെയിനായിട്ടുള്ള കാര്യം ഡിസ്പ്ലേനകത്ത് ഇരിക്കണം. അതാണ് ആദ്യം നോക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ ബോർഡ് ഇതായിട്ട് മാച്ചിങ് ആണ്. അതെങ്കിൽ ഒരുവിധം എല്ലാം ആവാറുണ്ട്. നമുക്കത് മാച്ചിങ് ആയി എടുക്കാൻ പറ്റാറുണ്ട്. HD റെസൊല്യൂഷനിലെ എല്ലാ പാനലുകളും നമുക്കൊരുവിധം മാച്ചായി എടുക്കാൻ പറ്റാറുണ്ട്. LG ആണെങ്കിൽ നമുക്ക് മിററിങ് ഓപ്ഷനൊക്കെ ഉള്ളതുകൊണ്ട് LG ഒരുവിധം ടി വികളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പല ടി വി ബ്രാൻഡുകൾ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ബോഡിയിൽ അടിയിൽ കുറേ കട്ടിങ്ങുകളുണ്ട്. അതൊക്കെ നമുക്ക് ഓരോ ടൈപ്പ് ഡിസ്പ്ലേ ഇടാനുള്ള ഒരു ഓപ്ഷന് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് കാണാൻ നമ്മൾ ഉപയോഗിച്ചുള്ളത് ST പാനലാണ്. അത് സിംഗിൾ കോഫ് സെൻറ്ററിൽ മാത്രം കോഫ് വരുന്നൊരു പാനലാണ്. നമുക്ക് ഇതിനകത്ത് LG ഇടാം. അതിനാണ് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലായിട്ട് അതേപോലത്തെ ഒരു ക്യാവിറ്റി ചെറിയൊരു സ്പേസ് കാണുന്നത്. ഇപ്പോൾ വരുന്ന ഒട്ടുമിക്ക ടി വികളിലും അങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. ചില ടി വികളിൽ ഇതുപോലെ സ്പേസ് ഉണ്ടാവാറില്ല. അപ്പോൾ ഇവിടെ നമ്മളതിൻ്റെ ഡിസ്പ്ലേ അതിനകത്തുള്ള ഡിസ്പ്ലേ നമ്മൾ ഊരി എടുത്തിട്ടുണ്ട്. അത് ഒട്ടിക്കുന്ന ടൈപ്പാണ്. SLS TV ആണ്. അതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഡിസ്പ്ലേ ഊരി എടുത്തിട്ടുണ്ട്. ശേഷം നമ്മളൊരു LGയുടെ ഏകദേശം സിമിലർ ആയിട്ടുള്ള പാനൽ വെച്ച് നോക്കുന്നുണ്ട്. ആ ഒരു ഫ്രെയിമിൽ വെച്ച് നോക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ചെറിയ രീതിയിലുള്ള സൈസ് വ്യത്യാസമുണ്ട്. അതായത് ടോപ്പ് സൈഡിലും അതുപോലെ അതിൻ്റെ ബോട്ടം സൈഡിലും കറക്റ്റാണ്. പക്ഷേ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് സ്പേസ് കുറവാണ്. അത് കറക്റ്റ് ആ ക്യാവിറ്റിക്ക് അകത്തോട്ട് ഇറങ്ങിയിരിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആ ഒരു ക്യാവിറ്റി നമ്മൾ കുറച്ച് ഗ്രൈൻഡ് ചെയ്തിട്ട് കറക്റ്റ് ഫിറ്റാക്കി വെക്കുന്നുണ്ട്. പക്ഷേ അതിന് മുമ്പ് നമ്മൾ ഈ LG ഡിസ്പ്ലേനകത്ത് കറക്റ്റാണോ, അതുപോലെ ഈ പറഞ്ഞ മാപ്പിങ്ങിൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ മിററിങ്ങിൻ്റെ ഇഷ്യൂ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഓക്കെ ആണെങ്കിൽ ആ ഒരു സ്പേസ് കുറച്ച് ഒരു 1 mm നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കളയുന്നുണ്ട്. 2 സൈഡിലും കളയും. എന്നിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ പഴയൊരു പാനൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം. കണക്ട് ചെയ്തപ്പോൾ ഇത് മിററിങ് വന്നിട്ടുണ്ട്. മാപ്പിംഗ് ഒന്നുമില്ല, മിററിങ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന കേസുകളിൽ നമുക്ക് പ്രോഗ്രാം ചെയ്ത് മാറ്റാം. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഫ്രെയിമിൽ 2 സൈഡിലും ഒരു 1 mm ഗ്രൈൻഡ് ചെയ്ത് കളയാണ്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അത് ചെയ്യുമ്പോൾ വളരെ നീറ്റായിട്ട് തന്നെ ചെയ്യണം. കാരണം പാനൽ കറക്റ്റ് ആയതുകൊണ്ട് ഇറങ്ങിയിരിക്കണം. കാരണം ഫ്രെയിംലെസ് TV ആയതുകൊണ്ട് അതിൻ്റെതായ രീതിയിൽ അത് ഒട്ടിയിരുന്നില്ലെങ്കിൽ താഴെ ഇളകി വരും. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അത് പ്രോപ്പറായതിന് ശേഷം മാത്രമേ ഡിസ്പ്ലേ ഒട്ടിക്കുള്ളൂ. അപ്പോൾ വേറെ ഇവിടെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് പിക്ചറൊക്കെ ഓക്കെയാണ്. കോഫും ആ ഭാഗത്തൊന്നും അടിയിൽ കട്ടിങ് ഒന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൈഡിൽ 2 സൈഡും ഒരു 1 mm ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ നൈഫ് ഉപയോഗിച്ചിട്ടാണ് ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കറക്റ്റ് പാനലിൻ്റെ അതിനകത്തൊരു ഫിറ്റിംഗ് ആയിട്ടുണ്ട്. അതായത് ഒരു രീതിയിലും ഉള്ള ടൈറ്റ്നെസ്സോ അല്ലെങ്കിൽ ആ ഒരു പുറത്തോട്ടൊന്നും ബൾജ് ചെയ്യാത്ത രീതിയിൽ വളരെ നീറ്റായിട്ട് തന്നെ അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു നേരത്തുണ്ടായിരുന്ന ആ ഫ്രെയിം അതിനകത്തോട്ട് ഫിറ്റ് ചെയ്തിട്ട് എല്ലാ ഡസ്റ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഡബിൾ സൈഡ് ടാപ്പ് അതിനകത്തോട്ട് ഫിക്സ് ചെയ്തിട്ട് പാനൽ ഒട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒട്ടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടാപ്പ് തന്നെ വേണം. അത് തന്നെയാണ് നമ്മൾ എല്ലാ ഡിസ്പ്ലേ ഒട്ടിക്കുന്നതും 3mm ടാപ്പ് ഉപയോഗിച്ചിട്ടാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടൈപ്പ് തന്നെയാണ്. എനിക്കിവിടെ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതിൻ്റെ ഓരോ സൈഡും 4 സൈഡും കറക്റ്റായിട്ട് അകത്തോട്ട് ഇറങ്ങിയിരുന്നിട്ടുണ്ട്. എവിടെ ഒരു ടൈറ്റ്നെസ്സോ അല്ലെങ്കിൽ ഒരു പുറത്തോട്ടോ നിൽക്കുന്നില്ല. വളരെ നീറ്റായിട്ട് തന്നെ അത് അതിനകത്തോട്ട് ഇറങ്ങിയിരുന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഡബിൾ സൈഡ് ടൈപ്പ് ആ ഫ്രെയിമിൽ നിന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇത് വളരെ എന്താ പറയുക ശ്രദ്ധിച്ചേണ്ട ഒരു വർക്കാണ്. കാരണം ഇത്തരത്തിൽ നമ്മൾ മോഡിഫൈ ചെയ്യുന്ന സമയത്ത് ഇത് പറഞ്ഞിട്ട് നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. മോഡിഫൈ ചെയ്ത സമയത്ത് ഡിസ്പ്ലേ കറക്റ്റായിട്ട് ഇരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തിനിങ്ങനെയൊക്കെ ചെയ്യുന്നു, ഇത്രയും കഷ്ടപ്പെടുന്നത് എന്തിനാണെന്നുള്ള ഉത്തരമാണ്. ഇപ്പോൾ നമ്മൾ നിലവിലുള്ള ഡിസ്പ്ലേ പറഞ്ഞു ഏകദേശം ഒരു 3.5-4 വർഷം ആകുമ്പോഴേക്കും അത് പോയി. അപ്പോൾ ഇനി അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു ലൈഫ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ ചെയ്യുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടും നമുക്ക് നല്ലത് തന്നെയാണ്. അപ്പോൾ അതൊരു നല്ല ഡിസ്പ്ലേ തന്നെ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും ലൈഫ് കൂടുതലല്ലാതെ ഒരിക്കലും കുറയില്ല.
അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനകത്ത് ഒരു ഓപ്ഷൻ LG ആയതുകൊണ്ട് കുറച്ച് ഗ്രൈൻഡ് ചെയ്യേണ്ടി വന്നു, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ നമ്മൾ അതിനകത്ത് ഒരു കട്ടിങ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ആവശ്യം എന്നുള്ളത് ടി വി കുറേ കാലം വർക്ക് ചെയ്യുക എന്നുള്ളതാണ്, എപ്പോഴും ഓർത്ത് വയ്ക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ചെറിയ രീതിയിലുള്ള മോഡിഫിക്കേഷനൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. 32 സീരീസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് BOE അതുപോലെ LG ആണ് കുറച്ചുകൂടി നല്ലതായിട്ട് നിൽക്കുന്നത്. ബാക്കിയുള്ള മോശമാണെന്നല്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി കുറച്ച് ലൈഫ് കൂടുതൽ ഈ രണ്ട് ഡിസ്പ്ലേക്കാണ്. അതിനകത്ത് ഇവിടെ LG യൂസ് ചെയ്യാനുള്ള കാരണം നമുക്ക് ആ മിററിങ് ഓപ്ഷൻ ഇതിൻ്റെ LGക്കകത്താണ് നമുക്ക് പ്രോഗ്രാം ചെയ്ത് മാറ്റുക എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ LG യൂസ് ചെയ്യുന്നത്. BOEയുടെ പാനലും യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ആ ഒരു ഡബിൾ സൈഡ് ടൈപ്പ് കൊണ്ട് ഡിസ്പ്ലേ അതുപോലെ നന്നായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ശേഷം നമുക്ക് ആ കോർണറൊക്കെ ചെക്ക് ചെയ്യാം. നിങ്ങളുടെ കാണാം കറക്റ്റായിട്ട് സീറ്റിംഗ് ഇരുന്നിട്ടുണ്ട്. ഒരു സൈഡിലും ബൾജിങ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു മേലോട്ടോ പൊന്തിയിട്ടൊന്നും കാണുന്നില്ല. വളരെ നീറ്റായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ശേഷം ആ ഒരു അടിയിലുള്ള ഫ്രെയിമും കൂടെ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റിയൽമി അതുപോലെ OnePlusലൊക്കെ നമ്മൾ ഏകദേശം സിമിലർ ആയിട്ട് ഡിസ്പ്ലേകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനും ഇത്തരത്തിലുള്ള കംപ്ലയിൻറ്റ് കോമൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ LG ആകുമ്പോൾ നമുക്ക് എന്തായാലും ഒരു 5 വർഷം അല്ലെങ്കിൽ 6 വർഷം എന്തായാലും കിട്ടാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു പാനൽ ഫിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു ടീക്കോൺ ബോർഡും അതിൻ്റെ FFC കേബിളോടെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ മദർ ബോർഡിൽ നിന്ന് ടീക്കോണിലോട്ടുള്ള ഒരു കേബിൾ 30 പിന്നിൻ്റെ ചെറിയ പിന്നാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു കൺവേർഷൻ ബോർഡോടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതേ ബോർഡ് നമ്മൾ MI 32 ഇഞ്ചിലെ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, താല്പര്യമുള്ളവർ കണ്ടുവെക്കാം. ആ ഒരു കൺവേർഷൻ ബോർഡ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മദർ ബോർഡിൽ നിന്നും ടീക്കോണിലോട്ട് വരുന്ന FFC കേബിൾ 30 പിന്നിൻ്റെ ചെറിയ പിന്നാണ്. അതിനെ നമ്മൾ LG ടീക്കോൺ ബോർഡിലോട്ട് കൊടുക്കാനുള്ള ഒരു പിന്നാക്കി ഒരു കേബിളാക്കി കൺവേർട്ട് ചെയ്യുന്നൊരു ബോർഡാണ്. അതിൽ കൂടെ കാണാം VCC രണ്ടും ഒരേ സൈഡിലാണ്. അതായത് പുതിയ ടീക്കോൺ ബോർഡിൻ്റെയും ആ ഒരു കൺവേർഷൻ ബോർഡിൻ്റെ ഒരേ സൈഡിലാണ് വരുന്നത്. പക്ഷേ നമുക്ക് ആ ഡയറക്റ്റ് ആ കേബിൾ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതിനാണ് നമ്മൾ ഈ കൺവേർഷൻ ബോർഡ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ആദ്യം നമ്മൾ ചെയ്യുന്നത് ആ FFC കേബിളും ടീക്കോൺ ബോർഡുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ആ ഒരു ടീക്കോൺ ബോർഡിൽ നിന്ന് കൺവേർഷൻ ബോർഡിലോട്ടുള്ള ഒരു LVDS കേബിളോടെ ഒരു FFC കേബിളോടെ കൊടുക്കുന്നുണ്ട്. എല്ലാ TVകളിലും ഇത്തരത്തിൽ കൺവേർഷൻ ബോർഡുകൾ യൂസ് ചെയ്യേണ്ടി വരാറില്ല. കോംബോ ടൈപ്പ് PCകളിൽ നമുക്ക് വരുന്ന കേബിൾസ് LVDS കേബിൾസാണ്. അത് നമുക്ക് ആ കേബിൾ മൊത്തമായിട്ട് മാറിയിട്ട് അത് ചേഞ്ച് ചെയ്യാൻ പറ്റും, ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ നമ്മളത് പറ്റാത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ കൺവേർഷൻ ബോർഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ എല്ലാം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. FFC കേബിൾ, ടീക്കോൺ ബോർഡ്, അതിൻ്റെ കൺവേർഷൻ ബോർഡ് എല്ലാം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സപ്ലൈ എല്ലാം ഒരേ സൈഡിൽ തന്നെയാണ്. അതൊന്നും ഓപ്പോസിറ്റ് തിരിക്കേണ്ടെന്ന് ആവശ്യം വന്നിട്ടില്ല. എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് TV ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം, എന്താണ് നിലവിലുള്ള കണ്ടീഷൻ നോക്കാം. ഇവിടെ നമ്മൾ TV ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ലോഗോ കാണിക്കുന്നുണ്ട്, റിയൽമി TV എന്ന് എഴുതി കാണിക്കുന്നത്. പക്ഷേ അത് ഇൻവെർട്ടറാണ്. പിക്ചർ തല കുത്തനെയാണ് കാണിക്കുന്നത്. വേറെ മാപ്പിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിന് നമുക്ക് ടീക്കോൺ ബോർഡിനകത്ത് പ്രോഗ്രാം ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ ഒരു മിറർ ഓപ്ഷൻ നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷേ ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള പുതിയ വേർഷനായിട്ടുള്ള ടീക്കോൺ ബോർഡാണ്. ഇതിനകത്ത് ഈ ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് നേരത്തെ വന്നിരുന്ന ആ ഒരു വേർഷനായിട്ടുള്ള ടീക്കോൺ ബോർഡാണ് യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ വന്നിട്ടുള്ള ഇത് കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഈ ഒരു ടീക്കോൺ ബോർഡ് നമുക്ക് പ്രോഗ്രാം ചെയ്ത് മാറ്റാൻ പറ്റാത്തൊരു ബോർഡാണ്. അപ്പോൾ അതിനകത്ത് പകരം നമ്മൾ സൊല്യൂഷൻ നേരത്തെ വന്നിരുന്ന LGക്ക് വന്നിരുന്ന ടീക്കോൺ ബോർഡാണ് ഇവിടെ. അത് ഈ ഒരു മിററിംഗ് ഓപ്ഷൻ മാറ്റാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കിവിടെ കാണാം ഇതിൻ്റെ ഹോം സ്ക്രീനൊക്കെ കറക്റ്റ് വന്നിട്ടുണ്ട്, യൂട്യൂബ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സ്മാർട്ട് TVകളാണെങ്കിൽ എന്തായാലും ഡിസ്പ്ലേ ഇത്തരത്തിൽ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. കാരണം നമുക്ക് വേറെ ഒരു സ്മാർട്ട് TV വാങ്ങി ഒരുപാട് പൈസ കളയുന്നതൊക്കെ എന്തുകൊണ്ടും ബെറ്റർ ഇങ്ങനെയാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പഴയ അതായത് പുതിയ വേർഷൻ ടീക്കോൺ ബോർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിന് നേരത്തെ വന്നിരുന്ന ഓൾഡ് വേർഷൻ ടീക്കോൺ ബോർഡ്. ഇതാണ് ശരിക്കും നമുക്ക് മിററിംഗ് ഓപ്ഷൻ ചെയ്യാൻ പറ്റുന്നത്. ഇതിനകത്ത് ഈ 8 പിന്നുള്ള ഈ IC നീളത്തിലുള്ള ഈ IC പ്രോഗ്രാം ചെയ്തുകൊണ്ട് നമുക്ക് ആ മിറർ ഓപ്ഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ആൾറെഡി നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ചിലർ ചോദിക്കുന്നത് എന്തുകൊണ്ട് പ്രോഗ്രാം ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ ബോർഡിനകത്ത് അങ്ങനെ ഓപ്ഷൻ മാറ്റിക്കൂടെ. അപ്പോൾ ചില ബോർഡുകളിൽ സർവീസ് മോഡിൽ നമുക്ക് ആ ഓപ്ഷൻ ഉണ്ടാവാറില്ല. സർവീസ് മോഡിൽ അങ്ങനത്തെ ഓപ്ഷൻ ഇല്ല എങ്കിൽ ഇത്തരത്തിലുള്ള ഓപ്ഷൻ ചെയ്തിട്ടാണ് അതിൻ്റെ മിററിങ്ങിൻ്റെ പ്രശ്നം നമ്മൾ പരിഹരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു പഴയ വേർഷൻ ടീക്കുമ്പോഴത്തെ ആൾറെഡി സോഫ്റ്റ്വെയർ നമ്മൾ ചെയ്ത് വെച്ച് ആ ഒരു പ്രോഗ്രാം നമ്മൾ ചേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് കണക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. പിക്ചർ ഇൻവെർട്ടഡ് ആയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ TV ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം പിക്ചർ ഇൻവെർട്ടഡായി വന്നിട്ടുണ്ട്. റിയൽമി എന്നുള്ള നേരെ മിററിംഗ് ഓപ്ഷൻ മാറി നേരെ കറക്റ്റ് നമ്മൾ TV ഇരിക്കുന്ന അതേ രീതിയിൽ തന്നെ അലൈൻ ചെയ്ത് വന്നിട്ടുണ്ട്. വേറെ മാപ്പിംഗ് കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു പ്രശ്നം മാത്രമേ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഈ നോർമലി ഇപ്പോൾ വരുന്ന അസംബിൾ TVകളൊക്കെ വരുന്ന കോംബോ PCB ഉണ്ട്, അതായത് 32 ഇഞ്ചിൻ്റെ 40 ഇഞ്ചിൻ്റെ. അതിനകത്തൊക്കെ നമുക്ക് സർവീസ് മോഡ് റിമോട്ടിൽ തന്നെ നമുക്ക് കോഡുകളൊക്കെ ചേഞ്ച് ചെയ്തിട്ടൊക്കെ അതിൻ്റെ പാരാമീറ്റേഴ്സ് മാറ്റി ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും. ചിലതിൽ അത് പ്രശ്നമല്ല, അത് ഓരോ പാനൽ യൂസ് ചെയ്യുമ്പോൾ ഓരോ ഓപ്ഷനാണ് വരിക, അതുകൊണ്ടാണ് അത് മിററിങ് അങ്ങനെയായിട്ട് മാറുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ആ ബോർഡിനകത്ത് ആ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ടീക്കോൺ ബോർഡിനകത്തുള്ള ആ ഒരു പാനൽ ID IC പ്രോഗ്രാം ചെയ്തിട്ടാണ് ഈ ഒരു മിററിങ് ഓപ്ഷൻ പരിഹരിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ടീക്കോൺ ബോർഡും ഈ ഒരു കൺവേർഷൻ ബോർഡും ഇതിനകത്ത് നീറ്റായിട്ട് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്റ്റെപ്പാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ ആ ടീക്കോൺ ബോർഡ് ബോർഡിൽ ടച്ച് ആവുക അല്ലെങ്കിൽ ഇളകിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ അത് നമ്മൾ എന്തായാലും വളരെ നീറ്റായിട്ട് തന്നെ അത് പ്ലേസ് ചെയ്യാണ്. ടീക്കോൺ ബോർഡ് നമുക്ക് കറക്റ്റ് സ്ക്രൂ ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ട്. കാരണം ഇത്തരത്തിലുള്ള ബോഡികളൊക്കെ ഡിസൈൻ ചെയ്യുന്നത് 1-2 പാനലൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ യൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനകത്ത് നമ്മളിവിടെ കാണാം എൽ ജിയുടെ ആ ഒരു ടീക്കോൺ ബോർഡ് നമ്മളിവിടെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 2 സ്ക്രൂവും കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി ആ ഒരു കൺവേർഷൻ ബോർഡ് ആ ഒരു ബോഡിയിൽ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവിടെ സെൻട്രലായിട്ട് ആ ഒരു PCB ലോക്ക് ചെയ്യുന്ന ലോക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നീളത്തിൽ അങ്ങോട്ട് ഇടാൻ പറ്റില്ല. അപ്പോൾ ഒരു FFC കേബിൾ ചെറുതായിട്ട് നമ്മൾ മടക്കിന്ന് വെക്കുന്നുണ്ട്. അങ്ങനെ മടക്കിയതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്തരത്തിൽ മോഡിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ടീക്കോൺ ബോർഡുകളും അതുപോലെ ഇത്തരത്തിലുള്ള കൺവേർഷൻ ബോർഡുകൾ കേബിൾസൊക്കെ വളരെ നീറ്റായിട്ട് തന്നെ പ്ലേസ് ചെയ്യണം. അത് ഇളകാത്ത രീതിയിൽ തന്നെ പ്ലേസ് ചെയ്യണം. ഇത്തരത്തിൽ എന്ത് മോഡിഫൈ ചെയ്താലും നമ്മൾ വളരെ നീറ്റായിട്ട് തന്നെയാണ് അത് പ്ലേസ് ചെയ്യണം. നമുക്ക് ഓരോ വീഡിയോസിലത് കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും. പിന്നെ അത് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കാര്യം മാറ്റി പുതുതായിട്ട് ചെയ്യുന്ന സമയത്ത് അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മളത് കറക്റ്റായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ശേഷം ആ ഒരു FFC കേബിൾ മദർ ബോർഡിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു PCB ബോർഡിനകത്ത് ചെറിയ ലോക്കുകളിലൊക്കെയാണ് ഇത് വെച്ചിട്ടുള്ളത്. സ്ക്രൂ ഉണ്ട്. ബാക്ക് കവർ ഫിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബോഡി സ്ക്രൂ ചെയ്ത് ബോഡിയിൽ പിടിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്കൂടെ കാണാം ആ ഒരു FFC കേബിൾ നമ്മൾ വളരെ നീറ്റായിട്ട് തന്നെ എവിടെ മടങ്ങാത്ത രീതിയിൽ ഇതാക്കി വെച്ചിട്ടുണ്ട്. ആ ലോക്കും കറക്റ്റ് വീണിട്ടുണ്ട് PCBയുടെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഒരു ടീക്കോൺ ബോർഡിനെ കവർ ചെയ്തിട്ട് ചെറിയൊരു ഷീൽഡ് നമ്മൾ വെക്കുകയാണ്. അത് വേറെ ഒന്നുമില്ല, ഇവിടെ ടച്ച് ആയിരിക്കാൻ വേണ്ടി ഒരു സേഫ്റ്റിക്ക് വേണ്ടി വെക്കുന്നത് മാത്രം. ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് എടുത്ത് ആ ഒരു 2 സ്ക്രൂവും റിമൂവ് ചെയ്തിട്ട് അതങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണ്, ഒന്നും തട്ടായിരിക്കാൻ വേണ്ടിയിട്ട്. വളരെ നീറ്റായിട്ട് തന്നെ നമ്മളത് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഓരോ കാര്യങ്ങളും വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ TVക്കകത്ത് ഒരുപാട് ഡസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. എല്ലാ TVയിലും അത്തരത്തിൽ ചെയ്യാറുണ്ട്. എല്ലാ വീഡിയോസും ഒന്നും കാണിക്കാത്തതാണ്. ഇവിടെ ആദ്യം നമ്മൾ ആ ഒരു ബോട്ടം സൈഡിലുള്ള ഒരു കവർ നമ്മൾ ഫിക്സ് ചെയ്തു. ശേഷം ആ സ്പീക്കറിൻ്റെ വയറും എല്ലാം നമ്മൾ തിരിച്ച് അതേപോലെ തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു PCBനെ കവർ ചെയ്യുന്ന ആ ഒരു കവറും നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്തിട്ട് ആ ഒരു എല്ലാ സ്ക്രൂകളും അതിനകത്ത് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിലർക്കെങ്കിലും ഒരു സംശയം തോന്നാം, നമ്മൾ കമ്പനി തരാത്ത ഡിസ്പ്ലേ ഇത്തരത്തിൽ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് ഫിറ്റായിട്ട് ഇരിക്കുമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് ഇളകി വരുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരിക്കലും വരില്ല. അത് കൺഫേം ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഇവിടെ ഇതൊക്കെ ചെയ്യുന്നത്. അത് കറക്റ്റായിട്ട് ഗ്രൈൻഡ് ചെയ്ത് കറക്റ്റ് സീറ്റിംഗ് ആയിരുന്നതിന് ശേഷം മാത്രമേ ഡിസ്പ്ലേ ഇടുള്ളൂ. അങ്ങനെ ഒരിക്കലും ഈ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഒരിക്കലും റിസ്ക് എടുക്കില്ല, അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള ഇത് മാത്രം ആ ഒരു വേ മാത്രമേ നമ്മൾ ചൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മളതെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ട് TV ഓൺ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ ഹാർഡ് പാനലാണ് LG വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട്. നിങ്ങൾക്ക് പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എല്ലാ ആംഗിളിൽ നിന്നും ഒരേ ഒരു പിക്ചർ ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ഇതിനകത്ത് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇവിടെ കാണാൻ കോർണറിലൊക്കെ കറക്റ്റ് ആ പാനൽ അകത്തോട്ട് തന്നെ ഇറങ്ങിയിരിക്കുന്നുണ്ട്. എവിടെയും ഒരു ബൾജിങ്ങോ അല്ലെങ്കിൽ ഒരു അൺഈവനായിട്ടുള്ളൊരു സ്ട്രക്ചറൊന്നും എവിടെയില്ല. കറക്റ്റായിട്ട് നീറ്റായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലൊരു അപ്ഡേഷൻ ആരും ഇതുവരെ ചെയ്ത് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് തന്നെ കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൂടെ കാണാൻ നിങ്ങളുടെ TV ഇൻവെർട്ടഡായി പിടിച്ചിട്ട് ജസ്റ്റ് ഷെയ്ക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. നോർമലി ഈ ഒരു പ്രോപ്പറായിട്ട് ഇരുന്നില്ലെങ്കിൽ ഇത്തരത്തിലാക്കുന്ന സമയത്ത് ആ ഡിസ്പ്ലേ ഇളകി വരിക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡാമേജ് വരും. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കാണാം കറക്റ്റായിട്ട് തന്നെ ഇരുന്നിട്ടുണ്ട്. അതിനകത്ത് യാതൊരു കോംപ്രമൈസ് നമ്മൾ ചെയ്തിട്ടില്ല. വളരെ നീറ്റായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് വീഡിയോ കാണാം. നിങ്ങളുടെ കാണാം നല്ല HD റെസൊല്യൂഷനുള്ള വീഡിയോ ആണ് ഇപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു പെർഫോമൻസ് നിങ്ങൾക്ക് എടുത്ത് പറയേണ്ടതെന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് നമ്മുടെ ഹാർഡ് പാനലും അതുപോലെ LGയുടെ IPS ഡിസ്പ്ലേ ഒക്കെ ഉപയോഗിക്കണമെന്ന് പറയുന്ന റീസൺ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മൾ ഈ ഓൺലൈനിൽ വാങ്ങിക്കുന്ന TVകളുടെ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആകുന്ന സമയത്ത് വേറെ TV എടുക്കാതെ വേറെ കംപ്ലയിൻസ് ഒന്നും ഇല്ലെങ്കിൽ ഇത്തരത്തിൽ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഒന്നുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. LED TVയെ കുറിച്ചുള്ള ഡൗട്ടുകളോ എന്തെങ്കിലും കംപ്ലയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ ഇതിനകത്തോ കൊടുത്തേക്കാം. നമ്മുടെ ലൊക്കേഷൻ വന്നത് കൊച്ചി കടവന്ത്രയാണ്. അപ്പോൾ എന്താ ആവശ്യം ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.